വെൽക്കം ബാക്ക് ടു എൻചാൻ ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസർ ഖാലിദ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അതിന് ബാക്കി നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ഇനി നമ്മൾ അതിന്റെ ഓരോ കണക്കുകൾ എങ്ങനെയാണെന്ന് ചെയ്തു നോക്കും. അപ്പോൾ ആദ്യമായിട്ട് നോക്കാം. നമുക്ക് എണ്ണൽ സംഖ്യകളെ കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. മറ്റൊരു രീതിയിലുള്ള കണക്ക് നോക്കാം. നമ്മൾ മനസ്സിലാക്കിയത് എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n × n+1/2 ആണെന്ന് മനസ്സിലാക്കി. ഇനി അടുത്ത ചോദ്യം 50 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക. 50 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ഈ ചോദ്യത്തിൽ ഉത്തരം കണ്ടെത്താനുള്ളത് ഇവിടെ നമുക്ക് എന്താണ് ഈ ആദ്യത്തെ എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്താണ് 50 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുകയാണ് കണ്ടെത്താൻ പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാവുന്നത് ആദ്യം 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടെത്തണം. 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കണ്ടെത്തണം. അതിനുശേഷം 50 എടുക്കാൻ പാടില്ല. 1 മുതൽ 49 വരെയുള്ള തുകകളുടെ എണ്ണൽ സംഖ്യയുടെ തുകയും കണ്ടെത്തണം. അപ്പൊ ആദ്യം നമ്മൾ 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടെത്തണം. അതിനുശേഷം ഈ 1 മുതൽ 100ൽ ഏത് ഉൾപ്പെടുന്നുണ്ട്? 50 ഉൾപ്പെടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? 1 മുതൽ 49 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കണ്ടെത്തണം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 1 മുതൽ 100 വരെയുള്ള സംഖ്യയുടെ എണ്ണൽ സംഖ്യയുടെ തുക ആദ്യം കണ്ടെത്തണം. അപ്പൊ അതിന്റെ 1 മുതൽ 100 വരെ എണ്ണൽ സംഖ്യയുടെ തുക എന്ന് പറയുന്നത് അവിടെ 1 മുതൽ 100ല് n എന്ന് പറയുന്നത് 100 ആണ്. 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യ. അപ്പം n 100 ആണ്. അപ്പൊ n × n+1/2 എണ്ണൽ സംഖ്യയുടെ തുകയാണ്. n × n+1/2. അപ്പൊ എങ്ങനെ എഴുതും? 100 × 100 + 1/2. അതായത് 100 × 100 + 101/2. ഇതിൽ ഈ 2ഉം 100ഉം വെട്ടിപ്പോവും. 50 കിട്ടും. 50 × 101. 101 × 5 ചെയ്യാം. അപ്പൊ 50 505 എന്ന് കിട്ടും. ഒരു 0 കൊടുത്തിട്ട് 550 എന്ന് കിട്ടും. അടുത്ത നമ്മൾ ചെയ്യാൻ എന്താണ്? 1 മുതൽ 49 വരെയുള്ള സംഖ്യകളുടെ എണ്ണൽ സംഖ്യയുടെ തുകയാണ് അടുത്തത് കണ്ടെത്താണ്. 1 മുതൽ 49 വരെ. 1 മുതൽ 49 വരെ ആണെങ്കിൽ n വില എത്രയാണ്? n വില അവിടെ 49 എന്ന് എടുക്കണം. അപ്പൊ n × n+1/2 എങ്ങനെ ചെയ്യും? n × n+1/2. n വാല്യൂ എത്രയാണ്? 49 ആണ്. 49 × 49 + 1/2. അപ്പൊ എന്താണ്? 49 × 49 + 1 എന്ന് പറയുന്നത് 50 ആണ്. 50/2. അപ്പൊ ഈ 2ഉം ഈ 50ഉം വെട്ടിപ്പോവും. ഇവിടെ 25 എന്ന് കിട്ടും. 49 × 25 എന്നുള്ളത് ചെയ്ത് നോക്കണം. 49 × 25. 9 5 45. 5ഉം 20ഉം 5ഉം 4ഉം 20. 20ഉം 4ഉം 24. പിന്നെ 9 2 18. 4 2 8 9. അപ്പൊ 5 2 ഇവിടെ 1225 എന്ന് കിട്ടും. 1225. അപ്പം നമ്മൾ ആദ്യത്തെ 1 മുതൽ 100 വരെ സംഖ്യകളുടെ എണ്ണൽ സംഖ്യയുടെ തുക 5050 എന്നും 1 മുതൽ 49 സംഖ്യകളുടെ തുക 1225 എന്നും കിട്ടി. നമുക്ക് ചോദ്യത്തിൽ എന്താ കാണിക്കുന്നത്? 50 മുതൽ 100 വരെ എണ്ണൽ സംഖ്യയുടെ തുക നമുക്ക് മതി അല്ലെ? അപ്പൊ 50 മുതൽ 100 വരെ എണ്ണൽ സംഖ്യയുടെ തുക മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയ 100 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുകയിൽ നിന്നും ഈ 49 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുകയെ നമ്മൾ കുറയ്ക്കണം. അപ്പൊ എന്ത് കിട്ടും? 5050ൽ നിന്നും 1225 നമ്മൾ കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 4825 എന്ന് കിട്ടും. സോറി, 4000 അല്ല, 3825 എന്ന് കിട്ടും. അപ്പൊ ഇത്രയാണ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. 50 മുതൽ 100 വരെ എണ്ണൽ സംഖ്യയുടെ തുക എങ്ങനെ കണ്ടെത്തും? അത് തുക കണ്ടെത്താനുള്ള മാർഗം എന്ന് പറയുന്നത് n × n+1/2 ആണ്. എണ്ണൽ സംഖ്യയുടെ തുക ആയതുകൊണ്ട്. പക്ഷെ 50 മുതൽ 100 വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യണം? ആദ്യം 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കണ്ടെത്തണം. അതിനുശേഷം 1 മുതൽ 49 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കണ്ടെത്തണം. അതിനുശേഷം എന്ത് ചെയ്യണം? ആ 2 സംഖ്യകളെ നമ്മൾ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 50 മുതൽ 100 വരെ എണ്ണൽ സംഖ്യയുടെ തുക കിട്ടും. 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക എങ്ങനെ കണ്ടെത്തും? ഇവിടെ 100 വരെ എന്ന് പറയുമ്പോൾ n സ്ഥാനം 100 ആണ്. അപ്പൊ നമ്മൾ 100 × 100 + 1/2. അവിടെ നമുക്ക് 5050 എന്ന് കിട്ടും. ഇനി അടുത്ത 1 മുതൽ 49 വരെ ആണെങ്കിൽ അവിടെ n 49 ആണ്. അപ്പൊ 49 × 49 + 1/2 അത് 50/2 എന്ന് കിട്ടും. ഈ കിട്ടിയ സംഖ്യ നിന്ന് ഈ സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ നമുക്ക് 50 മുതൽ 100 വരെ എണ്ണൽ സംഖ്യയുടെ തുക കിട്ടുന്നതാണ്. അപ്പൊ ഇതുപോലെ ഒരു കണക്കും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. നോക്കാൻ പോകുന്നത് നമ്മൾ നോക്കാൻ പോകുന്ന 30 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുകയാണ്. 30 മുതൽ 50 വരെ എണ്ണൽ സംഖ്യയുടെ തുക. അപ്പൊ ഇത് മുതൽ ഇത് വരെ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? എണ്ണൽ സംഖ്യകളുടെ എണ്ണം എത്ര നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക ആദ്യം കണ്ടെത്തണം. 1 മുതൽ 50 വരെയുള്ള. അതിനുശേഷം
1 മുതൽ 29 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുകയാണ് കണ്ടെത്തുന്നത്. അപ്പൊ അതിനുശേഷം 1 മുതൽ 29 വരെ എണ്ണൽ സംഖ്യയുടെ തുക കണ്ടെത്താം. അപ്പൊ ആദ്യം നമ്മൾ 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുകയാണ് കണ്ടെത്താൻ പോകുന്നത്. അപ്പൊ ഇവിടെ n × n+1/2 എന്ന സ്ഥലത്ത് n-ന്റെ വാല്യൂ എന്ത് കൊടുക്കും? n എന്ന് പറയുന്നത് 50 ആണ്. അപ്പൊ 50 × 50+1/2, അതായത് 50 × 51/2. ഈ രണ്ടും ഈ 50ഉം വെട്ടിപ്പോ ഇവിടെ 25 എന്ന് കിട്ടും. 25 × 51, 25 × 51 1275 എന്ന് കിട്ടും. 1275 എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ നമ്മൾ അടുത്ത എന്താണ്, 1 മുതൽ 29 വരെയാണ് അടുത്ത കണ്ടെത്തുക. 1 മുതൽ 29 വരെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? n × n+1/2 n എന്ന് പറയുന്നത് എത്രയാണ്? 29 ആണ്. അപ്പൊ 29 × 29+1/2, അതായത് 29 × 29+1 എന്ന് പറയുന്നത് 30 ആണ്. 30/2. അപ്പൊ 29 × 30/2, ഈ രണ്ടും 30 വെട്ടിപ്പോവും, 15 എന്ന് കിട്ടും. ഇനി 29 × 15, 435 എന്ന് കിട്ടും. 435 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? 1275 435 കുറയ്ക്കണം. 1275 435 നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ 840 എന്ന് കിട്ടും. എന്താണ്? 840 എന്നാണ് നമ്മുടെ ഉത്തരം. അപ്പൊ 30 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുകയിൽ നിന്ന് കണ്ടെത്താനുള്ള മാർഗം എന്താണ്? n × n+1/2 തന്നെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് എത്ര എണ്ണം എന്ന് അറിഞ്ഞൂടാ. അപ്പൊ നമ്മൾ ആദ്യം എന്താണ്? 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കണ്ടെത്തണം. അതിനുശേഷം 1 മുതൽ 29 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കണ്ടെത്തണം. അതിനുശേഷം എന്ത് ചെയ്യണം? കിട്ടിയ രണ്ട് ഉത്തരങ്ങളെ ആദ്യത്തിൽ നിന്നും രണ്ടാമത്തേനെ കുറയ്ക്കുമ്പോൾ നമുക്ക് 30 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കിട്ടുന്നതാണ്. ഇതാണ് എണ്ണൽ സംഖ്യയുടെ തുകയെ കുറിച്ച് മനസ്സിലാക്കാനുള്ള കാര്യം. എണ്ണൽ സംഖ്യയുടെ തുക കണ്ടെത്തുന്ന മാർഗം എന്താണ്? n × n+1/2.